Now grating equation relate to the problems. First question, how many lines per meter there in a plane diffraction grating which gives on the second order of an angle of diffraction 30 degree for the light wavelength 520 nanometer incident normally on it. So ഒരു പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ലൈൻസ് പെർ മീറ്റർ ക്യാപിറ്റൽ N ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ on the second order of an angle of diffraction. Order is given and angle of diffraction is also given, and also the wavelength 520 nanometer എന്നും തന്നിട്ടുണ്ട് അല്ലേ. സോ ഓർഡർ n is equal to 2, theta is equal to 30 degree, lambda 520 nanometer, that is 520 into 10 raised to minus 9 meter. We have to find capital N. So write down the equation. Sin theta is equal to n lambda. From here n is equal to sin theta by n lambda. എല്ലാ വാല്യൂസും അറിയാം, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ n is equal to 4 lakh സംതിങ് ലൈൻസ് പെർ മീറ്റർ. സോ ദിസ് ഇസ് അവർ ആൻസർ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. n ലാംഡ തന്നിട്ട് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ തീറ്റയും എന്നും തന്നിട്ടുണ്ടായിരിക്കും, ലാംഡ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു 3 ക്വാണ്ടിറ്റീസ് തന്ന് ഫോർത്ത് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അതിന് ഇക്വേഷൻ പഠിച്ചാൽ മതി. ദെൻ ഇക്വേഷനിൽ നിന്ന് ഏതാണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് is our first question. Second question, light of wavelength 5000 Armstrong is incident normally on a plane transmission grating. Find the difference in angle of deviation. Find the difference in angle of deviation in the first and third order spectra. Number of lines per centimeter on the grating is 6000. സോ ലൈറ്റ് വേവ് ലെങ്ത് 5000 ആംസ്ട്രങ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 5000 ആംസ്ട്രങ് ആണ്. ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലേ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ തീറ്റയിൽ വരുന്ന ഡിഫറൻസ് എന്താണ് ഫസ്റ്റ് ഓർഡർ ആൻഡ് തേർഡ് ഓർഡർ സ്പെക്ട്രത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, തേർഡ് ഓർഡറിലും ഒരു ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഉണ്ടായിരിക്കും. ആ ആംഗിൾസ് തമ്മിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഗ്രേറ്റിങ്ങിൽ നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ 6000 ആണെന്നും പറയുന്നു. അപ്പോൾ ലാംഡ ഇസ് ഗിവൺ 5000 ആംസ്ട്രങ്, 5000 ഇൻറ്റു 10⁻⁻10 മീറ്റർ അല്ലേ. ഇനി ക്യാപിറ്റൽ N ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 6000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ. ഇപ്പോൾ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 6000 ലൈൻസ് പെർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ താഴെ ഒരു 10⁻2 കൊടുക്കണം. അത് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 2 സീറോസ് ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് 6 lakh ലൈൻസ് പെർ മീറ്റർ അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മസ്റ്റായിട്ടും കൺവേർട്ട് ചെയ്തിരിക്കണം. ഇനി എന്താണ്, n is equal to 1 ആവുന്ന കേസിൽ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, n is equal to 3 ആവുന്ന കേസിലും ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്നു. ഫോർ ഓർഡർ n is equal to 1, ഫസ്റ്റ് ഓർഡർ സൈൻ തീറ്റ 1 is equal to n ലാംഡ അല്ലേ. സോ തീറ്റ 1 എന്ന് കൊടുക്കാം. ആ ആംഗിൾ തീറ്റ 1 സൈൻ തീറ്റ 1 is equal to സ്മോൾ ലെറ്റർ n, ഓർഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ക്യാപിറ്റൽ N ഇപ്പോൾ 6 lakh ആണ്, ഇൻറ്റു ലാംഡ is given 5000 ഇൻറ്റു 10⁻10. സോ സൈൻ തീറ്റ 1 is equal to സംതിങ് എന്ന് വരും. അതിൽ നിന്ന് തീറ്റ 1 is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് 17.45 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഇത് n is equal to 1 ആംഗിളാണ്. ഇതേപോലെ നമ്മൾ n is equal to 3 ആംഗിൾ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇക്വേഷൻ സൈൻ തീറ്റ 2 is equal to 3 ഇൻറ്റു n ഇൻറ്റു ലാംഡ അല്ലേ. സ്മോൾ ലെറ്റർ എന്നിന് പകരം 3 കൊടുത്താൽ മതി, ബാക്കി എല്ലാ വാല്യൂസും കയ്യിലുണ്ട്. സോ വി ആർ ഫൈൻഡിങ് തീറ്റ 2 64.15 ഡിഗ്രി. നൗ ഡിഫറൻസിങ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾസ് തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ എന്ന് സ്മോളർ മൈനസ് ചെയ്യുക. 64.15 ഡിഗ്രി മൈനസ് 17.45 വിച്ച് ഇസ് ഈക്വൽ ടു 47.3 ഡിഗ്രി. ഓക്കെ, ഇനി ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഏകദേശം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. ഗ്രേറ്റിംഗ് ഹാസ് 6000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ക്യാപിറ്റൽ N 6000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ തന്നെ അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് മാറ്റുക, 2 zeros എക്സ്ട്രാ ഇടണം. ഫൈൻഡ് ദ ആംഗുലർ സെപ്പറേഷൻ. ആംഗുലർ സെപ്പറേഷൻ എന്ന് ചോദിച്ചാലും ഡിഫറൻസ് ഇൻ ആംഗിൾ എന്നൊക്കെ ചോദിച്ചാലും സെയിം ആണ്. ആംഗുലർ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനിൽ വരുന്ന ചേഞ്ച് ആണ് ഓഫ് 2 യെല്ലോ ലൈൻസ് ഓഫ് മെർക്കുറി ഓഫ് വേവ് ലെങ്ത് 577 നാനോമീറ്റർ ആൻഡ് 579 നാനോമീറ്റർ ഇൻ ദ സെക്കൻഡ് ഓർഡർ. ഇവിടെ ഓർഡർ ഒരെണ്ണേ ഉള്ളൂ, 2 വേവ് ലെങ്ത് ആണ് അല്ലേ. സോ ഞാൻ ലാംഡ 1
577 എന്നും ലാംഡ 2 579 എന്നും എടുക്കുകയാണ്. രണ്ട് യെല്ലോ ലൈൻസ് ആണ്. ഒന്നിൻ്റെ വേവ് ലെങ്ത് 577 ഒന്ന് 579 ആണ്. സെക്കൻഡ് ഓർഡർ ആണ്. n = 2. അപ്പോൾ കുറച്ച് മുന്നത്തെ പ്രോബ്ലത്തിൽ രണ്ട് n ആണ് തന്നിട്ടുണ്ടായിരുന്നത്, ഒരു ഫിക്സ്ഡ് ലാംഡ ആയിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. രണ്ട് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ n 2 ആണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് ഇക്വേഷൻസ്, ലാംഡ 1 ആകുമ്പോൾ ഒരു ഇക്വേഷൻ sin θ1 = nn ലാംഡ 1 അല്ലേ. ലാംഡ 1 ആകുമ്പോൾ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലാംഡ 2 ആവുന്ന ടൈമിലും ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ sin θ1 = സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ 2 ആണ്, കോമൺ ആണ്. ക്യാപിറ്റൽ എൻ്റെ വാല്യൂ 6 lakh ഇൻറ്റു ലാംഡ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേവ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് ഫസ്റ്റത്തെ ആംഗിൾ θ1 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് ഇനി എങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടത്? sin θ2 = nn ലാംഡ 2, രണ്ടാമത്തെ വേവ് ലെങ്ത്തിലും ഇത് ചെയ്യണം അല്ലേ. sin θ2 = 2 ഇൻറ്റു ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലാംഡ 2 എന്ന് പറഞ്ഞാൽ 579 ഇൻറ്റു 10⁻⁹ ആണ്. അതിൽ നിന്ന് സെക്കൻഡ് ആംഗിൾ θ2 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. നൗ ആംഗുലർ സെപ്പറേഷൻ മീൻസ് ദ ഡിഫറൻസ് ഇൻ ആംഗിൾ അല്ലേ. θ2 - θ1 ആ രണ്ട് ആംഗിൾസ് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ആൻസർ. Now the last question. Grating is illuminated at normal incidence at an angle of diffraction 45 degree. A certain order of light of wavelength 500 nanometer is superimposed on another one of wavelength 400 nanometer. In the next higher order, evaluate the number of lines per meter of the grating used. ഇപ്പോൾ ഗ്രേറ്റിംഗ് ഉണ്ട്, അതിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ 45 ഡിഗ്രി ആണ്. സർട്ടൻ ഓർഡർ ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 500 നാനോമീറ്റർ. 500 നാനോമീറ്ററിൽ ഒരു ഓർഡർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ഏതോ ഒരു ലൈൻ, സ്പെക്ട്രൽ ലൈൻ. അതുപോലെ 400 നാനോമീറ്ററിൽ നമ്മൾ നെക്സ്റ്റ് ഹയർ ഓർഡർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തൊരു ഓർഡറും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ഏതോ ഒരു സ്പെക്ട്രൽ ലൈൻ. 500 നാനോമീറ്ററിൻ്റെ ഒരു സ്പെക്ട്രൽ ലൈൻ, 400 നാനോമീറ്ററിൻ്റെ അനദർ സ്പെക്ട്രൽ ലൈൻ. ഈ രണ്ട് സ്പെക്ട്രൽ ലൈൻസും സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ വൺ അനദർ എന്നാണ് പറയുന്നത് അല്ലേ. രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ഓഫ് ദ ഗ്രേറ്റിംഗ് ക്യാപിറ്റൽ n എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനെ തന്നിട്ടുള്ളൂ. സോ θ1 ആണെങ്കിലും θ2 ആണെങ്കിലും അത് 45 ഡിഗ്രി ആണ് അല്ലേ. ഒരൊറ്റ കോമൺ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. രണ്ട് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഒന്ന് ലാംഡ 1 ആയിട്ട് എടുക്കുക 500 നാനോമീറ്റർ, ഒന്ന് ലാംഡ 2 400 നാനോമീറ്റർ. ഇനി ലാംഡ 1 ചെയ്യുന്നത് ഒരു ഓർഡറിലാണ്. ആ ഓർഡർ n ആണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഏതോ ഒരു ഓർഡർ നമുക്കറിയില്ല. സോ ലാംഡ 1 500 × 10⁻⁻n 4 ഓർഡർ n. ഇനി ലാംഡ 2 എന്ന് പറയുന്നത് 400 നാനോമീറ്റർ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഹയർ ഓർഡറിലാണ് അല്ലേ. നെക്സ്റ്റ് ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ അടുത്ത ഓർഡർ എന്തായിട്ട് എടുക്കാം? നമുക്ക് n+1 ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഹയർ ഓർഡർ. സോ ഒന്ന് n ആയിട്ടും ഒന്ന് n+1 ആയിട്ടും ചൂസ് ചെയ്യുന്നു. n ചെയ്യുന്നത് 500 നാനോമീറ്ററിലും n+1 ചെയ്യുന്നത് 400 നാനോമീറ്ററിലുമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കണം. n-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രേറ്റിംഗ് ഇക്വേഷൻ വേണം, n+1-ന് കറസ്പോണ്ടിങ് ആയിട്ടും ഗ്രേറ്റിംഗ് ഇക്വേഷൻ വേണം അല്ലേ. സോ sin θ1 = nn ലാംഡ 1, n-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഞാൻ ലാംഡ 1 എന്ന് കൊടുക്കുകയാണ്, ബിക്കോസ് അത് 500 നാനോമീറ്ററിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. n+1 ആവുന്ന കേസിൽ sin θ2 = n+1 × n ലാംഡ 2 അല്ലേ. ഒന്നിന് θ1 ആയിട്ടും ഒന്ന് θ2 ആയിട്ട് എടുക്കുക. ഇവിടെ n ആണെങ്കിൽ അടുത്ത കേസിൽ അത് n+1 ആണ്. ഇവിടെ ലാംഡ 1 ആണെങ്കിൽ നെക്സ്റ്റ് കേസ് അത് ലാംഡ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ sin θ1 = nn × ലാംഡ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 500 × 10⁻⁹ θ1 45 ഡിഗ്രി ആണ്. സോ 1/√2 = nn × 500 × 10⁻⁹. ഇതിൽ നിന്ന് n × n എന്ത് വരുന്നു? കാരണം സ്മോൾ എന്നും നമുക്കറിയില്ല, ക്യാപിറ്റലിനും അറിയില്ല. ഇതിലെ ക്യാപിറ്റൽ n ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ nn = ഒരു വാല്യൂ കിട്ടും. സോ അതവിടെ ഇരിക്കട്ടെ. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ എന്താ പറഞ്ഞത്? sin θ2 = n+1 n ലാംഡ 2 അല്ലേ. സോ n+1 n ലാംഡ 2, ലാംഡ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 400 × 10⁻⁹ θ2 എന്ന് പറഞ്ഞാൽ 45 ആണ്. ദാറ്റ് ഈസ് 1/√2 = ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. n × സ്മോൾ n nn പ്ലസ് n × 1 n മൾട്ടിപ്ലൈഡ് ബൈ 400 × 10⁻⁹. ഇപ്പോൾ ഇതിൽ നമുക്കൊരു nn എന്നുള്ളൊരു വാല്യൂ വന്നല്ലോ ഇവിടെ. ആ nn ആണ് ഓൾറെഡി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 1414213.56 കണ്ടില്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് nn ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ വാല്യൂസും അറിയാം. 1/√2 കിട്ടിയിട്ടുണ്ട്. nന് പകരം ഇവിടുത്തെ വാല്യൂ ഉണ്ട്
400 × 10⁻⁹ ഉണ്ട്. പിന്നെ അറിയാത്തത് n മാത്രമല്ലേ. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 1/√2 ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, പ്ലസ് N × 400 × 10⁻⁹. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് Nൻ്റെ വാല്യൂ ആണ്. സോ 1/√2 ഓൾറെഡി ഉണ്ട്, ഇൻറ്റു 400 × 10⁻⁹ എടുക്കുകയാണെങ്കിൽ അത് ഡിവൈഡ് ബൈ 400 × 10⁻⁹ പ്ലസ് 1414 അതല്ല LHSക്ക് പോകേണ്ടത്. സോ മൈനസ് 1414 അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ Nൻ്റെ വാല്യൂ കിട്ടും 3 lakh സംതിങ് ലൈൻസ് പെർ മീറ്റർ.